ഏതു അമേരിക്ക ഇറാൻ തമ്മിലുള്ള ധാരണാപത്രം ഒപ്പുവെച്ചു, കരാറ് നിലവിൽ വന്നു. പക്ഷേ ഇതിൽ അമേരിക്കയ്ക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാകുന്നത്? കാരണം അമേരിക്ക ഈ ഒപ്പുവെച്ചതിന് ശേഷം വലിയ വീരവാദങ്ങൾ മുഴക്കുകയാണ്. എന്താണ് അതിനർത്ഥം? ഒറ്റ അർത്ഥമേ ഉള്ളൂ. അമേരിക്ക ഈ സ്ഥിതി ഗുരുതരമാക്കാനുള്ള പണി ഒരു സൈഡിൽ തുടങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം, എന്നും അമേരിക്ക കാണുന്ന പ്രേക്ഷകരോട് കൂടിയാണ് പറയുന്നത്, എന്നും അമേരിക്കയ്ക്ക് ഇരട്ടത്താപ്പ് എന്നുള്ളത് അവരുടെ കൂടപ്പുറപ്പാണ്. ഒരേ സമയം രണ്ട് വഞ്ചിയിൽ കാലിട്ട് റബ്ബർ പോലെ വലിഞ്ഞൊരു കളിയാണ് അമേരിക്ക. എല്ലാ വിഷയങ്ങളും, ഇൻ്റർനാഷണൽ റിലേഷൻസ് നമ്മൾ പരിശോധിച്ചാൽ, ചരിത്രം പരിശോധിച്ചാൽ, അമേരിക്കയിൽ ഏത് ഭരണാധികാരിയുള്ള കാലത്തായാലും, ഏത് കാലഘട്ടങ്ങളിലായാലും, ഏതൊക്കെ യുദ്ധ സാഹചര്യങ്ങളിലായാലും അമേരിക്ക ഇരട്ടത്താപ്പാണ്, അതിൻ്റെ ഉസ്താദുമാരാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു വശത്ത് യുദ്ധം നടത്താൻ വേണ്ടി ആയുധങ്ങൾ ഒഴുക്കുകയും യുദ്ധം ചെയ്യുന്നവർക്ക് വേണ്ട പരിലാളനകൾ നൽകുകയും അവരെ പരിപോഷിപ്പിക്കുകയും ചെയ്തിട്ട്, മറുവശത്ത് സമാധാനത്തിന് വേണ്ടി വാദിക്കുന്ന മറ്റേ പറവകളായിട്ട് അമേരിക്ക മറുവശത്ത് വന്ന് നിൽക്കും. ഇത് നമ്മൾ പലസ്തീൻ യുദ്ധത്തിൽ കണ്ടതാണ്, ഈ പറയുന്ന യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ കണ്ടതാണ്, ഇപ്പോൾ ഈ ഇറാൻ യുദ്ധത്തിൽ കണ്ടതാണ്. എല്ലായിടത്തും ഒരു വശത്ത് യുദ്ധം തുടങ്ങുകയും ഒരു ഘട്ടം കഴിയുമ്പോൾ ഈ യുദ്ധത്തിനൊപ്പം തന്നെ മറുവശത്ത് മധ്യസ്ഥ രാജ്യങ്ങളെ കണ്ട് ഇതെങ്ങനെയെങ്കിലും സമാധാനത്തിലേക്ക് കൊണ്ടുവരണമെന്ന് പറയുകയും ചെയ്യുന്ന അമേരിക്കയെ നമ്മൾ കുറേയായി കാണാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെയും ഇപ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് പോലെ പരിപൂർണമായ സമാധാനം കിട്ടി, പശ്ചിമേഷ്യ സ്വതന്ത്രമായി, ഗൾഫ് രാജ്യങ്ങളൊക്കെ ഇനി വലിയ കുതിപ്പിലേക്ക് പോകും, ഇറാൻ രക്ഷപ്പെട്ടു, ഒക്കെ ശരിയാണ്, അതൊക്കെ ഉണ്ട്. പക്ഷേ ഇത് താൽക്കാലിക പ്രതിഭാസം മാത്രമാണെന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. ഒരിക്കലും അമേരിക്കയുടെ ആത്മാഭിമാനമുള്ള രാജ്യമാണ് അമേരിക്ക എന്നാണ് അവർ പറയുന്നത് കേട്ടോ, നമ്മൾ പറയുന്നതല്ല. അവർ എപ്പോഴും ലോകശക്തികളാണ്, ലോകത്തെ നിയന്ത്രിക്കുന്ന ശക്തികളാണ്, ലോക പോലീസാണ്. രണ്ട് രാജ്യങ്ങൾ തമ്മിലൊരു വിഷയമുണ്ടാകുമ്പോൾ അവിടെ അമേരിക്ക പറയുന്ന ധാരണയിലേക്കാണ് എല്ലാവരും എത്തേണ്ടത്. ഇങ്ങനെയൊക്കെയാണ് ലോകത്ത്. ഇപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടായി. ഒടുവിൽ പാകിസ്ഥാൻ ഇന്ത്യയുടെ കാല് പിടിച്ച് കരഞ്ഞിട്ട് അത് അവസാനം നമ്മൾ നിർത്തിയതാണ്. അതായത് കുട്ടക്കാളുടെ അടി മുഴുവൻ പാകിസ്ഥാൻ്റെ കൊടുത്തിട്ട് അവസാന മുന്നറിയിപ്പും കൊടുത്തിട്ട് നമ്മൾ പറഞ്ഞു, ഇനി മേലാൽ ഞങ്ങളുടെ അടുത്തേക്ക് വരരുതെന്ന് പറഞ്ഞ് നമ്മൾ അവസാനിപ്പിച്ചതാണ്. അവിടെയും കയറി ഗോളടിക്കാൻ നോക്കിയുള്ളതാണ് ഈ ട്രംപ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവന്മാരുടെ സ്ഥിരം പരിപാടി എന്ന് പറയുന്നത് ഇതുപോലെയുള്ള വിഷയങ്ങൾ കത്തിക്കുക, വഷളാക്കുക, എന്നിട്ട് ഞങ്ങളാണ് അവിടെ സമാധാനം കൊണ്ടുവന്ന് പറയുക. ഇതിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പം നടന്നിരിക്കുന്ന ഈ കരാറെന്നാണ് ഞാൻ പ്രാഥമികമായി വിശ്വസിക്കുന്നത്. ഇപ്പൊ ഇത് പറഞ്ഞതുപോലെ തന്നെ ഇത് പറയുന്ന ഒരു കാര്യം തന്നെ ഞാൻ കണ്ടെടുക്കുക, ഈ കുടിച്ച വെള്ളത്തിൽ ട്രംപിനെയും നെതന്യാഹുവിനെയും വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് പോലെ തന്നെ ഇപ്പം ഈ സമാധാനം മാത്രമല്ല ഈ ട്രംപിന്റെ നേട്ടം എന്ന് പറയുന്നത്, ഈ സാമ്പത്തികപരമായിട്ടും വലിയ നേട്ടമാണ്. അപ്പൊ ഇതിനിടയിലെ ആ ഒരു രഹസ്യ ധാരണകളൊക്കെ നടന്ന് ഒപ്പുവെച്ച് കരാറൊക്കെ വന്നു. അപ്പോഴും ഈ ട്രംപ് പറയുന്നത് പോലെ തന്നെ ചില വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട്. അപ്പം ഈ സമാധാനം മാത്രമായിരിക്കും ഈ ട്രംപിന്റെ നേട്ടം എന്ന് പറയുന്നത്? ഒരിക്കലുമല്ല. ട്രംപിന് സമാധാനം ഒന്നുമില്ല. ട്രംപ് സാമ്പത്തികത്തിന്റെ ആളാണ്. ട്രംപിന്റെ മരുമകനും ട്രംപും ചേർന്ന് നടത്തുന്ന കമ്പനികൾ, ഇപ്പോൾ സൗദി അരാംകോയിൽ പോലും ട്രംപിന് നിക്ഷേപം ഉണ്ടെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഗൾഫ് മേഖലയിലെ നിരവധി എണ്ണ കമ്പനികളിലെ പാർട്ട്ണർഷിപ്പ്, റിയൽ എസ്റ്റേറ്റ് കമ്പനികളിലെ പാർട്ട്ണർഷിപ്പ്, പുതുതായി തുടങ്ങാൻ പോകുന്ന ഊർജ്ജ മേഖലയിലെ നിരവധി കമ്പനികൾ തുടങ്ങിയവയൊക്കെ ട്രംപും അദ്ദേഹത്തിൻ്റെ മരുമകനും കൂടി സെറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള പല വാർത്തകളും പലപ്പോഴായി വന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് നമ്മൾ കണക്ട് ചെയ്യുന്നത് വെനസ്വലയിൽ കടന്നു കയറിയിട്ടുള്ള ഒരു അറ്റാക്കാണ്. അന്ന് ട്രംപ് പറഞ്ഞത് ഈ യുദ്ധം എന്ന് പറയുന്നത് ലഹരിക്കെതിരെയാണ്. അതായത് വെനസ്വലയിൽ നിന്ന് നിരോധിത ലഹരി വസ്തുക്കൾ വ്യാപകമായിട്ട് അമേരിക്കയിലേക്ക് വരുന്നു, ഞങ്ങളത് തടയാൻ നോക്കിയിട്ട് അവിടുത്തെ ഭരണകൂടം ഈ ലഹരിയെ തടഞ്ഞില്ല, അതുകൊണ്ട് അയാളെ പിടിച്ചകത്തിട്ടു എന്നാണ് പറഞ്ഞത്. തൊട്ടടുത്ത നിമിഷം ട്രംപ് പറഞ്ഞത് ലോകത്ത് ഏത് രാജ്യത്തിനും ആവശ്യമായ എണ്ണ ഇവിടെയുണ്ട്, ഞാനുമായിട്ട് കരാറിൽ ഒപ്പിട്ടാൽ വെനസ്വലയിൽ നിന്ന് ഞാൻ എണ്ണ തരാമെന്നാണ്. അതേപോലെ തന്നെയാണ് ഇറാൻ്റെ വിഷയം. ഇറാനിൽ പറഞ്ഞത് അവിടെ ഒരു ഭരണമാറ്റം വേണം, അത് വേണം, ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ട്രംപ് പറഞ്ഞത് ആ എണ്ണ എൻ്റേതാണ്. അതിനിടയിൽ പറയുന്നു ഇവിടെ നിന്ന് മില്യൺ കണക്കിന് ബാരൽ എണ്ണ ഞാൻ കൊണ്ടുപോകുന്നുണ്ട് എല്ലാ ദിവസവും. ട്രംപ് പറയുന്ന കാര്യങ്ങളാണ്. ഹോർമൂസ് കടലിടുക്കിന് എൻ്റെ പേരിടണം. അതുപോലെ തന്നെ ഇപ്പോൾ പറയുന്നു ഹോർമൂസിൽ ഞങ്ങൾ ടോൾ പിരിക്കും. ഇത് ഒത്തുതീർപ്പാക്കിയതിൻ്റെ ബലത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ പ്രതിഫലം എന്ന നിലയിൽ ഹോർമൂസ് കടലിടുക്കിൽ പോകുന്ന കപ്പലുകൾ എനിക്ക് പൈസ തരണം എന്നാണ് ട്രംപ് ഏറ്റവും ഒടുവിൽ പറയുന്നത്. പക്ഷെ അത് നടക്കില്ല. നടക്കാൻ ഇറാൻ അനുവദിക്കില്ല. പക്ഷെ ഞാൻ പറയുന്നത് ഇവിടെയൊക്കെ അമേരിക്കയുടെ ഒരു കുതന്ത്രം അല്ലെങ്കിൽ അവരുടെ ഒരു ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് വളരെ ഭീകരമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളത് കാണാതിരുന്നുകൂടാ. അതായത് രണ്ട് രാജ്യങ്ങളെ തമ്മിൽ അടുപ്പിക്കുന്നു, അല്ലെങ്കിൽ ഒരു പശ്ചിമേഷ്യയെ മുഴുവൻ നശിപ്പിക്കുന്ന വിധത്തിലേക്ക്, ആശങ്കയിലാക്കുന്ന വിധത്തിലേക്ക് ഒരു യുദ്ധം ആരംഭിച്ചു വയ്ക്കുന്നു. എന്നിട്ട് ആ യുദ്ധത്തിൻ്റെ നെടുനായകത്വം വഹിച്ച് നിൽക്കുന്നു. ഒരു ഘട്ടം കഴിയുമ്പോൾ സമാധാനത്തിലേക്ക് പോകുന്നു. എന്നിട്ട് സമാധാന കരാറിന് വേണ്ടി മധ്യസ്ഥ രാജ്യങ്ങളെ ഏൽപ്പിക്കുന്നു. അതും കഴിഞ്ഞിട്ട് ലോകത്തോട് വിളിച്ചു പറയാണ്
ഈ ലോകത്തൊരു വലിയ യുദ്ധത്തിൽ നിന്ന് ഞാൻ രക്ഷിച്ചിരിക്കുന്നു. ശരിക്കും ഇങ്ങൾക്ക് തലക്കെന്തോ പ്രശ്നമുണ്ടെന്നുള്ളതാണ് പലരും ചിന്തിക്കുന്നത്. സ്വാഭാവികം. ഒരു കാര്യം കൂടി ഉണ്ട്. ഇപ്പൊ ഇത് പറഞ്ഞതുപോലെ തന്നെ ഈ ഇരട്ടത്താപ്പ് നടക്കുമ്പോൾ നമുക്ക് മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. കാരണം പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ട്രംപും നെതന്യാഹുവും തമ്മിൽ വലിയ ഭിന്നത ഉണ്ടാകുന്നു, വിള്ളൽ ഉണ്ടാകുന്നു. ഇതൊക്കെ ചർച്ച ചെയ്യുമ്പോഴും ഇതിനിടയിൽ ഏതെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾ ഇരു രാജ്യങ്ങളും ചെയ്യുന്നുണ്ടോ? കാരണം നമുക്ക് ഒരിക്കലും ഈ ഇസ്രയേലിനെ ട്രംപിന്റെ അടുത്തൊന്നും തള്ളിക്കളയാൻ കഴിയില്ല. അപ്പം അവർ ഈ വാക്പോരുണ്ടാകുന്നു, ഫോൺ വിളിച്ച് സംഭാഷണങ്ങൾ നടത്തുന്നു, വലിയ രീതിയിലുള്ള പ്രശ്നം ഉണ്ടാകുന്നു, ഭിന്നത ഉണ്ടാകുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ വരുമ്പോൾ ഇതിനിടയിൽ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ഇത് പറഞ്ഞതുപോലെ തന്നെ ഒരു ഇരട്ടത്താപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നീക്കുപോക്കലുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ, ഒന്ന്, അമേരിക്ക പറയുന്നു ഈ $12,000 കോടി ഇറാന് നഷ്ടപരിഹാരം കൊടുക്കാമെന്ന് പറയുന്നു. അപ്പോൾ ഇറാൻ പറയുന്നു ഓക്കെ, ഞങ്ങൾ അഗ്രി, സമ്മതിക്കുന്നു. അങ്ങനെയാണ് കരാറിൽ ഒപ്പിടുന്നത്. അതുപോലെ ഹോർമുസിൽ കപ്പലുകൾ സ്വതന്ത്രമാക്കും. അവിടെ ഇറാൻ സ്വാഭാവികമായിട്ടും ഭൂമിശാസ്ത്രപരമായി രണ്ട് രാജ്യങ്ങൾക്കാണ് ഒരു നിയന്ത്രണം വരാൻ സാധ്യത. അത് ഒമാനും ഇറാനുമാണ്. അവരുടെ ഭൂമിശാസ്ത്രപരമായിട്ട് അവരുടെ ഉള്ളിലൂടെയാണ് ഈ കടലെടുക്ക് പോകുന്നത്. അപ്പോൾ രണ്ട് രാജ്യങ്ങൾക്ക് അവിടെ ആക്സസ് ഉണ്ട്. അപ്പോൾ അവിടെ നിയന്ത്രണം എന്നുള്ളത് ഇറാൻ പറയുന്നുണ്ട്. അതുപോലെ നഷ്ടപരിഹാരം എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഇറാന് മേലുള്ള ഉപരോധങ്ങൾ നീക്കണമെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ അമേരിക്ക അംഗീകരിക്കുകയാണ്. ഇതൊക്കെ അംഗീകരിച്ച് കരാർ ഒപ്പിട്ടു. അതിന് ട്രംപ് ലോകത്തോട് വിളിച്ച് പറയുന്നു, ഞങ്ങൾ ലോകത്ത് സംഭവിക്കാൻ പോയിരുന്ന ഒരു വലിയ ദുരന്തം ഞാൻ ഒഴിവാക്കിയിരിക്കുന്നു, ലോകം ഒരു വലിയ ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു, ഞാൻ രക്ഷപ്പെടുത്തിയിരിക്കുന്നു എന്നൊക്കെ ട്രംപ് വിളിച്ച് പറയാണ്. തൊട്ടടുത്ത നിമിഷം ട്രംപ് പറയുന്നത് എന്താണ്? ഈ $12,000 കോടി ഞാൻ നിങ്ങൾക്ക് തരും, പക്ഷെ ഇതുകൊണ്ട് നിങ്ങൾ അമേരിക്കയിൽ നിന്ന് എണ്ണ വാങ്ങണം, അമേരിക്കയിൽ നിന്ന് ഗോതമ്പ് വാങ്ങണം, അമേരിക്കയിൽ നിന്ന് സോയാബീൻ വാങ്ങണം. അതായത് അമേരിക്കയിൽ നിന്ന് നിങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി വേണം നിങ്ങൾ ഈ പണം ഉപയോഗിക്കാൻ. അതായത് $12,000 കോടി അങ്ങോട്ട് കൊടുക്കുന്നു, അത് തിരിച്ചു മേടിക്കുന്നു, എന്നിട്ട് കുറേ സാധനങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്നു. അത് ബിസിനസ്സാണ്, പക്ക ബിസിനസ് താല്പര്യമാണ്. അതുപോലെ തന്നെ ഹോർമുസ് കടലിടുക്കിൽ ട്രംപ് പറയുന്നത് ഇപ്പോൾ ഇറാൻ അത് പൂർണ്ണമായി തുറന്നു കൊടുക്കണം. ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് അവിടെ ടോള് പിരിക്കാൻ, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് ഈ കപ്പലുകൾ പൈസ തരണം എന്നാണ് ഏറ്റവും ഒടുവിൽ ട്രംപ് പറയുന്നത്. അപ്പോൾ അമേരിക്കയ്ക്ക് പൈസ തരണമെന്നാണ് ട്രംപ് ഏറ്റവും ഒടുവിൽ പറയുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ തെളിഞ്ഞു കാണുന്ന അമേരിക്കയുടെ സാമ്പത്തിക താല്പര്യങ്ങൾ, ബിസിനസ് താല്പര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ യുദ്ധം അവസാനിക്കുക എന്ന് പറയുന്നത് ട്രംപിനെ സംബന്ധിച്ച് സാമ്പത്തികപരമായി നേട്ടമുണ്ടാക്കുന്ന ഒന്നല്ല. നേരെ മറിച്ച് ഇറാൻ ഒരുപാട് ആനുകൂല്യങ്ങൾ കൊടുക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇറാൻ അതുകൊണ്ട് എന്ത് ചെയ്യും? അന്താരാഷ്ട്ര തലത്തിൽ ഇറാൻ്റെ എണ്ണശേഖരം അതിഭീകരമാണ് കേട്ടോ. ലോകത്ത് തന്നെ 2ാം സ്ഥാനത്ത് ഇറാൻ്റെ എണ്ണശേഖരം മൊത്തത്തിൽ കണക്കൂട്ടിയാൽ ഉണ്ടാവും എന്നാണ് പറയുന്നത്, കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്രയും എണ്ണ ഉള്ള ഒരു രാജ്യം, അമേരിക്കയുമായിട്ട് ഒരു തരത്തിലും സന്ധി ചെയ്യാത്ത എണ്ണശേഖരമുള്ള ഒരു രാജ്യം, ആ രാജ്യം സ്വതന്ത്രമായി അന്താരാഷ്ട്ര വിപണിയിൽ ഇറങ്ങാൻ തുടങ്ങിയാൽ അത് അമേരിക്കയ്ക്കും അമേരിക്കയുടെ സഖ്യകക്ഷികളെന്ന് അമേരിക്ക പറയുന്ന ഗൾഫ് രാജ്യങ്ങൾക്കും ഉണ്ടാക്കുന്ന വിപണി വിഹിതത്തിലെ ഇടിവ് അത് വളരെ വലുതായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്ക ഇനി ലക്ഷ്യമിടുന്നത് ഇറാൻ്റെ എണ്ണ വിപണി പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. അതിന് ഇറാൻ്റെ ക്രൂഡ് ഓയിൽ ശേഖരം ഇറാൻ കൂടുതൽ പരിപോഷിപ്പിക്കണം, അത് അന്താരാഷ്ട്ര തലത്തിലേക്ക് ഇറക്കണം, അതൊരു ഫ്ലോ ആയിട്ട് വരണം. ആ വരുന്ന സമയത്ത് ട്രംപ് അതിൽ പിടിക്കും. ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, ഇറാൻ്റെ എണ്ണ വിപണിയും എണ്ണ ശേഖരവും എല്ലാം പരിപോഷിപ്പിച്ച് ഇറാനെ ഒന്ന് അവരുടെ എല്ലാ അറ്റകുറ്റപ്പണികളൊക്കെ തീർത്ത് അവരുടെ എണ്ണ ശേഖരമുള്ള പ്രദേശങ്ങളൊക്കെ റിനോവേറ്റ് ചെയ്ത് ഇറാൻ എണ്ണ വിപണിയിൽ അന്താരാഷ്ട്ര തലത്തിൽ സജീവമായി ഇടപെടുമ്പോൾ, ഇന്നത്തെ വെനസ്വലയെ പോലെ തന്നെ അന്താരാഷ്ട്ര വിപണിയിലെ സജീവ സാന്നിധ്യമായി ഇറാൻ മാറുമ്പോൾ ഇറാനെ നിയന്ത്രിക്കുകയോ ഇറാൻ്റെ എണ്ണ മേഖല പിടിച്ചെടുക്കുകയോ ചെയ്യാം എന്നുള്ളൊരു വിദൂര സ്വപ്നം ട്രംപിനുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഇറാനെ പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കാതെ ട്രംപ് ഇപ്പോഴും വെല്ലുവിളികൾ നടത്തുന്നത്. പക്ഷെ ഞാൻ പറയുന്നൊരു കാര്യം, ഇതിനെല്ലാം ഒറ്റയടിക്ക് ഇന്നൊരൊറ്റ ദിവസം ഇറാൻ തകർത്തെറിഞ്ഞിട്ടുണ്ട്. ഇറാൻ്റെ സെൻട്രൽ ബാങ്കിൻ്റെ ഗവർണർ പറഞ്ഞത്, ഈ പൈസ നിങ്ങൾ തരുന്നത് ഞങ്ങളുടെ ആവശ്യത്തിനാണ്, ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ അറിയാം ഇതെങ്ങനെയാണ്, ഞങ്ങൾക്ക് തോന്നിയ പോലെ ഉപയോഗിക്കും, പോയി പണി നോക്കാൻ പറഞ്ഞു. ട്രംപിനൊന്നും പറയാൻ പറ്റിയില്ല. ട്രംപ് വിചാരിച്ചത് ഇത്രയും കൂടുതൽ സേവനങ്ങൾ ഇറാന് വേണ്ടി ചെയ്യുമ്പോൾ ഇറാൻ ഒന്നുകിൽ വഴിപ്പെട്ട് വരും, അല്ലെങ്കിൽ ഒന്ന് സ്നേഹത്തോടെ കരുതലോടുകൂടി കൈകോർക്കും, അല്ലെങ്കിൽ ഇറാൻ്റെ വിപണിയിൽ ഇടപെടാനുള്ള അവകാശം കൊടുക്കും എന്നൊക്കെയാണ് കരുതിയിട്ടുണ്ടാവുക. പക്ഷേ ഇറാൻ നട്ടലുള്ള ഒരു രാജ്യമാണ്. അവരുടെ അവരുടെ ആത്മാഭിമാനം അല്ലെങ്കിൽ അവരുടെ പരമാധികാരം അവരെവിടെയും പണയം വയ്ക്കില്ല. അപ്പം അതുകൊണ്ട് തന്നെ വളരെ ശക്തമായിട്ട് സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റാണ്
അതായത് അമേരിക്ക ഇത്രയും കോടി $12,000 വെറുതെ കൊടുക്കുകയാണ്, പിടിച്ചു വെച്ച സ്വത്തുക്കൾ റിലീസ് ചെയ്യാണ്, വിത്തൗട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നഷ്ടപരിഹാരം ഇറാനിൽ നിന്ന് ഈടാക്കുന്നില്ല. വേണമെങ്കിൽ അമേരിക്കയ്ക്ക് ഇറാൻ അറബ് രാജ്യങ്ങളിലേക്ക് നടത്തിയ ആക്രമണങ്ങളുടെ പേരിൽ ഇറാൻ ഈ പറയുന്ന അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് നടത്തിയ ആക്രമണങ്ങളുടെ പണം വാങ്ങി വെച്ചിട്ട് നഷ്ടപരിഹാരം ഇങ്ങോട്ട് വാങ്ങിച്ചിട്ട് ബാക്കി കൊടുത്താൽ മതി. അതൊന്നും ചെയ്യാതെ നിരുപാധികം ഇറാൻ ചെയ്തതൊക്കെ പോട്ടെ എന്ന് പറഞ്ഞ് കണ്ണടച്ചിട്ട് ഇറാനെ പേടിച്ച് ഈ പൈസ മുഴുവൻ തിരിച്ചേൽപ്പിച്ചതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ അമേരിക്ക ഇങ്ങനൊരു കണ്ടീഷൻ വയ്ക്കുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനൊരു ഉപാധി, ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുമ്പോൾ അമേരിക്ക പ്രതീക്ഷിച്ചത് ഇറാൻ അതിനോടൊന്ന് സന്ധി ചെയ്യുമെന്നായിരുന്നു. പക്ഷെ അതിനുള്ള ഒരു സാധ്യതയും ഇല്ലാത്ത വിധത്തിൽ ഇറാൻ ശക്തമായ നിലപാടെടുത്തതോടെ അമേരിക്കയ്ക്ക് ഇനി എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. കാരണം അമേരിക്കയ്ക്ക് ഇനി ഹോർമൂസ് കടലെടുക്ക് തങ്ങളുടെ കൈവശം എത്തുന്നില്ല എന്നുള്ളതല്ല അമേരിക്കയുടെ പ്രശ്നം. നേരെ മറിച്ച് ഈ എണ്ണ കൈകാര്യം ചെയ്യുന്നു ഇറാൻ ശക്തമായ ഒരു സാന്നിധ്യമായി മാറുന്നു എന്ന് മാത്രമല്ല, അമേരിക്കയുടെ നിയന്ത്രണമില്ലാത്ത പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ ശക്തിയായി മാറാൻ പോവാണ്. ഈ അമേരിക്കയുമായിട്ട് ഒരു തരത്തിലുള്ള ഡീലും ഇല്ല, വെടിനിർത്തൽ കരാറ് മാത്രമേ ഉള്ളൂ. അല്ലാതെ അമേരിക്കയുമായിട്ട് വ്യാവസായിക ബന്ധമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അമേരിക്കയുമായിട്ടുള്ളൊരു സ്നേഹമോ അമേരിക്കയുമായിട്ടുള്ള ടൈപ്പ് ഒന്നുമില്ല. യുദ്ധം ചെയ്യില്ല എന്നൊരു കരാറിൽ ഒപ്പിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് അമേരിക്കയ്ക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തൊരു ശാക്തിക ചേരി അവിടെ രൂപം കൊള്ളും. കാരണം ഇറാൻ ഓൾറെഡി ചൈനയുമായിട്ടോ റഷ്യയുമായിട്ടോ നല്ല ബന്ധമാണ്. അപ്പോൾ ഇറാൻ ശക്തി ആർജിച്ചാൽ അതിൻ്റെ ഏറ്റവും വലിയ ഗുണഫലം ഉണ്ടാകുന്നത് ആ ട്രയാങ്കിളിനാണ്. അവർ അമേരിക്കയെ കൂസാതെ ഒരു ശക്തിയായിട്ട് അവിടെ വളർന്നു വന്നാൽ അത് ട്രംപിനും അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് വിദൂര ഭാവിയിൽ ഉണ്ടാക്കാൻ പോകുന്ന തിരിച്ചടി, പ്രത്യേകിച്ച് ഇസ്രായേലിന് ഉണ്ടാക്കുന്ന ഭീതി, അത് വളരെ വലുതായിരിക്കും. അപ്പം ട്രംപിനോട് ഇപ്പോൾ ഇറാൻ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ വെറുതെ ഉമ്മാക്കി കാണിച്ച് ഞങ്ങളെ വരട്ടണ്ട, ഞങ്ങൾ നിങ്ങളുടെ വഴിക്ക് വരുന്ന ആളുകളല്ല. അത് കൃത്യമായിട്ട് ഇറാൻ പറഞ്ഞു. അപ്പോൾ ട്രംപ് വിചാരിച്ചത് ഇവർ കൂടെ നിൽക്കുമെന്നാണ്. അപ്പോൾ കൂടെ നിൽക്കാത്തൊരു സാഹചര്യം വന്നാൽ ട്രംപിനെ സംബന്ധിച്ച് ഇനി ഇറാനെ നിലയ്ക്ക് നിർത്തുക എന്നുള്ളതല്ല, ഇറാൻ വളരാതിരിക്കാൻ പിന്നെ ട്രംപിന് ചെയ്യാൻ പറ്റുക ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഇറാൻ ഒന്ന് ഉയർന്നു വരുമ്പോൾ വീണ്ടും സമ്മർദ്ദവുമായി ഇറാനെ സമീപിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആണവ വിഷയത്തിൽ ഇനി ഒന്നും പറയാൻ കഴിയില്ല. അത് ഈ കരാറോടുകൂടി ആണവ വിഷയമൊക്കെ തീർന്നു. കാരണം വാട്സ് പറഞ്ഞിരുന്നു, അതായത് ഈ ആണവ സമ്പുഷ്ടീകരണത്തിലേക്ക് അകത്തേക്ക് ഈ പരീക്ഷണം നടത്താൻ അനുമതി ഉണ്ട് എന്നൊക്കെ പറഞ്ഞു വന്നപ്പോൾ അത് ആ പാടെ തള്ളുന്ന രീതി തന്നെയാണ് ഇറാൻ സ്വീകരിച്ചത്. പറഞ്ഞ അങ്ങനൊരു അനുമതി ഞങ്ങൾ കൊടുത്തിട്ടേ ഇല്ല എന്നാണ് ഇറാൻ വ്യക്തമാക്കിയത്. ഇറാൻ ഇതിനു മുമ്പ് അനുമതി കൊടുത്തിരുന്ന അന്താരാഷ്ട്ര അറ്റോമിക് എനർജി ഏജൻസിക്കാണ്. അതായത് അന്താരാഷ്ട്ര തലത്തിൽ എല്ലാ രാജ്യങ്ങളുടെയും ഈ അറ്റോമിക് എനർജിയുമായി ബന്ധപ്പെട്ട ആണവ പരീക്ഷണവുമായി ബന്ധപ്പെട്ട പരിശോധനകൾ, അതിൻ്റെ കണക്കുകൾ, കാര്യങ്ങളുള്ള ഏജൻസിയാണ് ഈ ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി എന്ന് പറയുന്നത്. ഇവരോടാണ് ഇറാൻ പറഞ്ഞിരുന്നത്, നിങ്ങൾ വന്ന് പരിശോധിക്കൂ, അത് മറ്റുള്ള രാജ്യങ്ങൾക്ക് അത് കാണാം. അല്ലാതെ അമേരിക്കയുടെ സൈന്യം നേരെ കയറി ഇറാൻ്റെ ആണവ കേന്ദ്രത്തിനുള്ളിൽ കയറിയിട്ട് അവിടെ ഒരു സ്ഫോടനം നടത്തില്ല എന്നോ അല്ലെങ്കിൽ ചാവേറുകൾ ഉപയോഗിക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അമേരിക്കയുടെ കാര്യം എന്താണ് എന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. ഞാനതൊരു ആലങ്കാരികമായി പറഞ്ഞതാണ്. പക്ഷേ ഇറാനെ സംബന്ധിച്ച് അമേരിക്കയ്ക്ക് മുന്നിൽ ഇത്രയും സുരക്ഷിതത്വമുള്ള ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ വെറുതെ തുറന്നു വയ്ക്കാൻ കഴിയില്ല. ഇപ്പൊ തന്നെ ഈ അമേരിക്ക ഇറാനുമേൽ ബങ്കർ ബസ്റ്റർ ബോംബുകൾ അടക്കം ഉപയോഗിച്ച് ഈ ആണവ കേന്ദ്രങ്ങൾ തകർക്കാൻ പലതവണ ശ്രമിച്ചു കഴിഞ്ഞു. അവിടെ ഒന്നും ഇറാൻ തകരാത്തത്, അല്ലെങ്കിൽ ആ ആണവ കേന്ദ്രങ്ങൾ പൊട്ടിത്തെറിച്ച് സ്ഫോടനം നടന്ന് വലിയ ആണവ വികിരണം ഉണ്ടായി ഇറാൻ പൂർണ്ണമായി ഒരു അണുബോംബ് വീണതിന് സമാനമായി ഇറാൻ നശിക്കാത്തതിൻ്റെ കാരണം അത്രയും സെക്യൂരിറ്റിയുള്ള ഇടങ്ങളിലാണ്, ഭൂമിശാസ്ത്രപരമായി ഇറാൻ്റെ പ്രത്യേകതകൾ മുതലെടുത്തുകൊണ്ട് നിർമ്മിച്ച അത്രയും സെക്യൂർഡായിട്ടുള്ള സ്ഥലങ്ങളിലാണ് ഇത് എന്നുള്ളത് കൊണ്ടാണ് ഇവിടങ്ങളിൽ ഒരു പ്രശ്നവും ഈ പറയുന്ന ആണവ കേന്ദ്രങ്ങൾക്ക് ഉണ്ടാകാതിരുന്നത്. അപ്പോൾ അത് മുഴുവൻ അമേരിക്കയ്ക്ക് മുന്നിൽ തുറന്നു വെക്കണമെന്ന് പറഞ്ഞാൽ അത് നടപ്പുള്ള കാര്യമല്ല. അപ്പം ഞാൻ പറഞ്ഞത്, ഈ കരാറ് ഒപ്പിടുക എന്ന് പറയുന്നത് അമേരിക്കയുടെ തന്ത്രമായിരുന്നു, അമേരിക്കയ്ക്ക് തലയൂരാനുള്ള ഒരു വഴിയായിരുന്നു. അതിനുവേണ്ടി ഇറാൻ ഉന്നയിച്ച ആവശ്യങ്ങൾ മുഴുവൻ അംഗീകരിക്കുക എന്നത് മാത്രമേ അമേരിക്കയ്ക്ക് മുന്നിൽ പോകാൻ വഴി ഉണ്ടായിരുന്നു. ഒരു മാസമൊക്കെ മുമ്പ് നമ്മൾ ചെയ്ത വീഡിയോയിലൊക്കെ നമ്മൾ പറയുന്നുണ്ടായിരുന്നു, അമേരിക്കയ്ക്ക് മുന്നിൽ ഒരേ ഒരു മാർഗം, കരാർ ഒപ്പിടാനുള്ള ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് ഇറാൻ പറയുന്നത് കണ്ണുപൂട്ടി അനുസരിച്ചോളുക, വേറെ ഒന്നും ചെയ്യാനില്ല. അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചത്. ഇനി സംഭവിക്കാൻ പോകുന്നതാണ് ഞാൻ പറയുന്നത്. ഇനി ഈ ട്രംപ് പറയുന്നിടത്ത് അമേരിക്ക പറയുന്നിടത്ത് ഇറാൻ നിൽക്കുന്നില്ല. അതായത് ഇറാന്റെ നിലപാടിൽ ഒരു മാറ്റവുമില്ല. ഇത്രയധികം കോടികൾ കൊടുത്തിട്ടും ഇറാന്റെ ഉപരോധം നീക്കിയിട്ടും ഇറാനെ വീണ്ടും ഈ പറയുന്ന യുദ്ധത്തിൽ ഈ പറയുന്ന അന്താരാഷ്ട്ര വിപണിയിലേക്ക് കൊണ്ടുവന്നിട്ടും ഹോർമുസ് കടലെടുക്ക് തുറന്ന് വ്യാപാരമൊക്കെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടിട്ടും ഇറാൻ അമേരിക്കയോട് സന്ധി ചെയ്യുന്നില്ല, അമേരിക്ക കൈ കൊടുക്കുന്നില്ല. അല്ലെങ്കിൽ അമേരിക്ക ഇന്നലെ ഇപ്പോൾ JD വാൻസ് അടക്കമുള്ള അമേരിക്കൻ പ്രതിനിധികളുമായി ഇറാന്റെ പ്രതിനിധികൾ സ്വിറ്റ്സർലൻഡിൽ ജനീവയിൽ നടന്ന ആ പരിപാടിയിൽ ഹസ്തദാനം ചെയ്ത് ഫോട്ടോ എടുത്തിട്ടില്ല. അത് ഇന്നലെ വലിയ വാർത്തയായിരുന്നു. ടൈംസ് ഓഫ് ഇന്ത്യ അടക്കമുള്ള ദേശീയ മാധ്യമങ്ങളത്
വലിയ വാർത്തയായിട്ട് കൊടുത്തിരുന്നു. അതായത് അമേരിക്കയുമായിട്ട് ഒരു കരാറിൽ ഒപ്പിട്ടു എന്നത് അപ്പുറത്തേക്ക് മറ്റൊരു ബന്ധവും ഒരു തരത്തിലുള്ള ഡീലോ ഒരു തരത്തിലുള്ള സ്നേഹമോ ഒരു തരത്തിലുള്ള കമ്മിറ്റ്മെൻറ്റോ ഇറാനില്ല. അത് തന്നെയാണ് അവർ പിടിച്ചേക്കുന്ന സ്റ്റാൻഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രംപിനെ സംബന്ധിച്ച് ഇനിയും ചിലപ്പോൾ വേണ്ടി വന്നാൽ ഈ ഹോർമുസ് പൊളിക്കേണ്ടി വരും, അടയ്ക്കേണ്ടി വരുമോ, അല്ലെങ്കിൽ ഈ പറയുന്ന ഇറാനെ പ്രകോപിപ്പിക്കുന്ന വിധത്തിൽ എന്തെങ്കിലും നീക്കങ്ങളിലേക്ക് പോകേണ്ടിയോ വരും. അല്ലെങ്കിൽ അമേരിക്കയുടെ ഈ എണ്ണ വിപണി പിടിക്കാനുള്ള അജണ്ട നടപ്പാവില്ല. ഇത് മാത്രമല്ല, ഈ ഗൾഫ് മേഖലയിലെ എണ്ണ ബ്ലോക്ക് ആകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഹോർമുസ് കടലെടുക്ക് അടഞ്ഞിരിക്കുന്ന സമയത്ത് അമേരിക്കയ്ക്ക് അമേരിക്കയ്ക്കല്ല ട്രംപിന് മറുവശത്ത് ഈ വെനസ്വല പോലുള്ള ഇടങ്ങളിൽ അവരുടെ എണ്ണപ്പാടങ്ങൾ അവിടുത്തെ നിന്നുള്ള എണ്ണ വിറ്റ് കാശുണ്ടാക്കാൻ കഴിയുന്നുണ്ട്. അത് മറ്റൊരു വിഷയമാണ്. എന്ന് മാത്രമല്ല, ഡോളറിൻ്റെ മൂല്യം കൂടുന്ന സാഹചര്യം ഉണ്ടാവും. അന്താരാഷ്ട്ര തലത്തിൽ ഒരു സ്കാർസിറ്റി വരും, ഡിമാൻഡ് കൂടും. അമേരിക്കയുടെ ശേഖരത്തിലുള്ള എണ്ണയ്ക്ക് വില കൂടുന്നത് ഒരു ചെറിയ കാലയളവിലേക്കെങ്കിലും അമേരിക്കയ്ക്ക് ഉപകാരപ്പെടും. അത് ട്രംപിന് മാത്രമുള്ള ഒരു ഇതാണ് കേട്ടോ. ട്രംപിൻ്റെ കമ്പനികൾ, ട്രംപ് ലക്ഷ്യം വെച്ചിരിക്കുന്ന ഇടങ്ങൾ അങ്ങനെയും പറഞ്ഞു കേൾക്കുന്നുണ്ട്, അങ്ങനെയും വാദങ്ങൾ വരുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു നിരന്തര സമാധാനം, ഒരു വലിയ എന്താ പറയുക, അമേരിക്ക പറയുന്നതനുസരിച്ചുള്ള പശ്ചിമേഷ്യ ഫ്രീ ആയി ഒന്നും ചിന്തിക്കാറായിട്ടില്ല. അധികം വൈകാതെ തന്നെ പടക്കം പൊട്ടാൻ സാധ്യതയുണ്ട്. അത് ട്രംപ് ഹോർമുസ് നശിപ്പിക്കാനായിട്ട് വീണ്ടും ഇറങ്ങുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ വന്നാൽ ഇറാനും വിട്ടുകൊടുക്കില്ല, അത് വീണ്ടും പഴയ അവസ്ഥയിലേക്ക് തന്നെ പോകാനുള്ള സാധ്യതയാണുള്ളത്. അല്ലാതെ ഒരിക്കലും ഇറാൻ പൂർണ്ണമായി അമേരിക്കയുമായി ഒരു ചങ്ങാത്തത്തിൽ ഏർപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യമില്ല. എന്ന് മാത്രമല്ല, അമേരിക്ക മുന്നോട്ട് വെച്ച ഭീഷണികളെ മുഴുവൻ ഇറാൻ വെല്ലുവിളിച്ച് തോൽപ്പിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളത്.